രാഷ്ട്രീയമായി യു.ഡി.എഫിനും കോൺഗ്രസിനും വലിയ മേൽക്കോയ്മയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ജില്ലയാണ് കോട്ടയം. എല്ലാ കാലത്തും കോട്ടയത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളുടെ ആനുകൂല്യം യു.ഡി.എഫിനൊപ്പമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് തൊട്ടു പിന്നാലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ യു.ഡി.എഫിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അന്ന് വിലയിരുത്തപ്പെട്ടത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഇടതുമുന്നണിയിലേക്കുള്ള ചുവടുമാറ്റമായിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും ബഹുഭൂരിപക്ഷം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവും യു.ഡി.എഫിന് കൈവിടുകയായിരുന്നു. തുടർന്ന് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെറുതല്ലാത്ത തിരിച്ചടിയാണ് ഇവിടെ യു.ഡി.എഫും കോൺഗ്രസും നേരിട്ടത്. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ 5 ഇടതുമുന്നണി വിജയിച്ചപ്പോൾ യു.ഡി.എഫിന് കേവലം 4 സീറ്റുകളാണ് ലഭിച്ചത്. ഇതിൽ തന്നെ എം.എൽ.എമാരുടെ കണക്ക് നോക്കിയാൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയാൻ കഴിയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നായി 3 എം.എൽ.എമാരെയാണ് ലഭിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് കോട്ടയത്തും പുതുപ്പള്ളിയിലും മാത്രമാണ് എം.എൽ.എമാരുള്ളത്. എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മാണി ഗ്രൂപ്പ് പ്രതിനിധികളെ കൂടാതെ ഏറ്റുമാനൂരിൽ നിന്ന് വി.എൻ. വാസവൻ വിജയിച്ചു വന്നതും വൈക്കം മണ്ഡലത്തിൽ നിന്ന് CPI പ്രതിനിധിയായ വനിതാ നേതാവ് CK ആശ വിജയിച്ചു വന്നതുമാണ് അവരെ സംബന്ധിച്ചുള്ള 4ാമത്തെയും 5ാമത്തെയും ജനപ്രതിനിധികൾ. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കോട്ടയം ജില്ലയിൽ കോൺഗ്രസും യു.ഡി.എഫും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും കോട്ടയം ജില്ലയിലുള്ള 6 നഗരസഭകളുടെ ഭരണവും ഇപ്പോൾ യു.ഡി.എഫിനൊപ്പമാണ്. ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മൃഗീയ ആധിപത്യം നേടുവാനും യു.ഡി.എഫിന് സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ 2026 അധികാരത്തിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്ന യു.ഡി.എഫും കോൺഗ്രസും കോട്ടയം ജില്ലയിൽ ഒരു മിന്നും വിജയമാണ് സ്വപ്നം കാണുന്നത്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 7 സീറ്റുകളും പരമാവധി 8 സീറ്റുകളും പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഒരുക്കിയാണ് യു.ഡി.എഫ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അവർ കഴിഞ്ഞ തവണ മത്സരിച്ച ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് യു.ഡി.എഫ് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രതീക്ഷകളുടെ ആധാരം എന്താണ് എന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായ V.D. സതീശനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ 50% പ്രാതിനിധ്യം യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പുതുമുഖങ്ങൾക്കും കൊടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൂടാതെ തദ്ദേശീയരായി ശക്തരായ സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും അവതരിപ്പിക്കുവാനാണ് തങ്ങൾ പദ്ധതിയിടുന്നതെന്നും സ്ഥിരമായി പരാജയപ്പെടുന്നവരെ മാറ്റി നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കാൻ പോകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു പ്രാദേശികമായി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് യു.ഡി.എഫ് തിരികെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപീകൃതമായത് 2009 മണ്ഡല പുനർനിർണയത്തോടു കൂടിയാണ്. ആദ്യമായി ഇവിടെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2011, 16, 21 ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ പ്രൊഫസർ N. ജയരാജാണ്. 2006-11 കാലഘട്ടത്തിൽ ഇന്നത്തെ കാഞ്ഞിരപ്പള്ളിയിൽ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളും അടങ്ങിയ ഇപ്പോൾ ഇല്ലാതായ വാഴൂർ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു N. ജയരാജ്. 2011, 16 യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി വിജയം കൊയ്ത ജയരാജ് 2021 ഇടതുപക്ഷത്ത് നിന്ന് ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോഴും 13,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. പ്രമുഖ കോൺഗ്രസ് നേതാവായ ജോസഫ് വാഴക്കനെയാണ് അന്ന് അദ്ദേഹം ഇവിടെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ജയരാജിനെതിരെ വ്യക്തമായ ഒരു ജനവികാരം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ സാമാജികത്വത്തിന് കീഴിൽ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് തന്നെയാണ് ജയരാജിനെ ജനങ്ങൾക്കെതിരാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യുവമുഖമായ ആ നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് നിയോജക മണ്ഡലം കൺവീനറായ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിജി അഞ്ചാനിയാണ് ഈ യുവ നേതാവ്. ഉമ്മൻചാണ്ടിയുടെ അനുയായിയായി 13ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ജിജി അഞ്ചാനി 3 വട്ടം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 5 വർഷക്കാലം അദ്ദേഹം ഇന്ന് BJP കൂടി വലിയ രീതിയിൽ കരുത്തുള്ള പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട്.
2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജിജി അഞ്ചാനി അന്ന് പരാജയപ്പെടുത്തിയത് മധ്യമേഖലയിലെ BJPയുടെ പ്രസിഡന്റായിട്ടുള്ള BJPയുടെ കരുത്തനായ നേതാവായ N ഹരിയെയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരിയായി അറിയപ്പെടുന്ന ഒരു സംരംഭകൻ കൂടിയാണ് ജിജി അഞ്ചാനി. വളരെ എളിയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുകയും പിന്നീട് അവിടുന്ന് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരു സംരംഭകനും കൂടിയാണ് ജിജി അഞ്ചാനി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ടാക്സി ഡ്രൈവറായിരുന്നു, അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ഇവരുടെ 8 മക്കളിൽ ഇളയവനാണ് ജിജി. ഇപ്പോൾ അദ്ദേഹത്തിന് 46 വയസ്സാണുള്ളത്. ഇതിനോടകം തന്നെ 3000-ലധികം ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു മാൻ പവർ സപ്ലൈ കമ്പനി അദ്ദേഹത്തിനുണ്ട്. ഇതുകൂടാതെ പള്ളിക്കത്തോട്ടിലും സമീപ പ്രദേശത്തുമായി മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും കൂടി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ജിജി അഞ്ചാനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ സമാപിച്ചിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന് ഈ പ്രദേശങ്ങളിൽ വലിയ മേൽക്കൈ നേടുവാൻ സഹായകരമായത്. ജിജി അഞ്ചാനിയെ സംബന്ധിച്ചിടത്തോളം തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അർഹമായ പല അംഗീകാരങ്ങളും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒരു വ്യക്തിത്വം കൂടിയാണ്. മുൻപ് പാർട്ടിയുടെ പുനഃസംഘടന നടന്ന സമയത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേനമായി ഉയർന്നു വന്ന ഒരു പേരായിരുന്നിട്ടും കൂടി മറ്റു ചില പരിഗണനകളുടെ പേരിൽ അദ്ദേഹം അവിടെ ഒഴിവാക്കപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം UDF കൺവീനറായി നിയോഗിതനായത്. തൊട്ടു പിന്നാലെ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി അക്ഷീണം ജിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം കണ്ടത് 9000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആൻറ്റോ കാഞ്ഞിരപ്പള്ളിയിൽ നേടിയതിലൂടെയാണ്. പിന്നാലെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അധികാരം തിരികെ പിടിക്കുവാനും ജിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. എന്നാൽ ഇത്തവണയും ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐക്യകണ്ഠമായി അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് ആദ്യ ടേമിൽ ഈ പദവി ഏറ്റെടുക്കാതെ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നിൽ അവർക്ക് കൃത്യമായ ചില പദ്ധതികൾ ഉണ്ടായെന്നും ജിജിയെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും മത്സരത്തിനിറക്കുവാനും വിജയിപ്പിക്കുവാനുമാണ് നേതൃത്വം ആഗ്രഹിക്കുന്നതെന്നുമാണ് അറിയാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ തികച്ചും മതേതര സമീപനമുള്ള ഈ മണ്ഡലത്തിൽ കൃത്യമായ പ്രാതിനിധ്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കുമുണ്ട്. ഭൂരിപക്ഷ വിഭാഗങ്ങളായ നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും സ്വാധീനമുള്ളതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിനും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനും വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി. എല്ലാ സമുദായ അംഗങ്ങൾക്കും സ്വീകാര്യനായ, ജനകീയനായ, അറിയപ്പെടുന്ന സംരംഭകനായ, രാഷ്ട്രീയം ഉപജീവനമാർഗമാക്കാതെ സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ ഒരു സംരംഭകനായി ഉയർന്നു വന്നിട്ടുള്ള ജിജി അഞ്ചാനി 2026 കോൺഗ്രസിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ മത്സരത്തിനിറങ്ങിയാൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ മണ്ഡലം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരികെ പിടിക്കുവാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസ് UDF വൃത്തങ്ങൾ ഒരുപോലെ വിലയിരുത്തുന്നത്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ജിജി അഞ്ചാനി മത്സരത്തിനിറങ്ങിയാൽ എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് ബാങ്കുകളിലേക്കും അദ്ദേഹത്തിന് കൃത്യമായ കടന്നുകയറ്റം നടത്തുവാൻ കഴിയുമെന്നും കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് പുതിയൊരു മാതൃക അദ്ദേഹത്തിന് സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. യുവ നേതാവായ ജിജിയെ അവതരിപ്പിച്ചാൽ അത് കോൺഗ്രസിന് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കാഞ്ഞിരപ്പള്ളി തിരികെ പിടിക്കുവാനും കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകുവാനുമുള്ള സുവർണാവസരമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഭാഗമായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ കൃത്യമായ രീതിയിൽ വളരെ കൃത്യതയോടെ ബൂത്ത് കമ്മിറ്റികളടക്കം സജ്ജമാക്കുകയും കൃത്യമായി വോട്ട് ചേർക്കുകയും വോട്ടുകൾ വെട്ടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയിട്ടാണ് കാഞ്ഞിരപ്പള്ളിയിലെ മുന്നണിയുടെ പ്രവർത്തനം എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് ജിജി അഞ്ചാനി എന്ന യുവ സംരംഭകൻ്റെയും യുവ നേതാവിൻ്റെയും പേര് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിനായി ഉയർന്നു കേൾക്കുന്നത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി ജിജി അഞ്ചാനി നടത്തിയ പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതും നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. ആൻറ്റോ ആൻ്റണി എന്ന സിറ്റിംഗ് MPയുടെ എല്ലാവിധ പിന്തുണയും അനുഭവിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ജിജി അഞ്ചാനി. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൻറ്റോ ആൻ്റണിയുടെ വാക്കുകൾക്ക് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നുള്ള സാധ്യതകളും സജീവമാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് യാതൊരു പരിഭവവും അറിയിക്കാതെ ജിജി അഞ്ചാനി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ആദ്യ ടേമിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ ചാണ്ടിയുടെ പിന്തുണയും ഇവിടെ ജിജിക്കാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ കൃത്യമായി UDFൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകായോഗ്യമായി നടപ്പാക്കിയ ഒരു കൺവീനർ എന്ന നിലയിലുള്ള അംഗീകാരം കൂടിയാകുമ്പോൾ ജിജിയുടെ സ്ഥാനാർത്ഥിത്വ സാധ്യതകൾക്ക് അത് കൂടുതൽ ശക്തി പകരുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഏതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള UDFിൻ്റെ വലിയ പദ്ധതികൾക്കും സ്വപ്നങ്ങൾക്കും നിറം പകരുവാനുള്ള കരുത്ത് ജിജി അഞ്ചാനി എന്ന സ്ഥാനാർത്ഥിക്ക് നിലവിലെ സാഹചര്യങ്ങളിലുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഘട്ടത്തിൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് ഇവിടെ വിജയിച്ചു കയറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിൽ 2021 കൈവിട്ടുപോയ പല മണ്ഡലങ്ങളിലും പ്രാദേശികമായി ശക്തമായ നേതാക്കളെ അവതരിപ്പിച്ചുകൊണ്ട് വിജയം കൊയ്യുവാനുള്ള കോൺഗ്രസിൻ്റെ മിഷൻ 63 യാഥാർത്ഥ്യമായാൽ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ ജയിച്ച് 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരികെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.